വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മക്കയിലെ മാണിക്യവും മദീനയിലെ മുത്തുമായ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ നേതാവായ ആഖിറത്തിൽ ഓരോരുത്തരുടെയും ശുപാർശക്കായി എത്തുന്ന ആ പുണ്യദേഹം മക്കയിൽ ഭൂജാതനായി. അതാ അവിടെ ഒരു മഹാസംഭവം. മുശ്രിക്കീങ്ങളെ പേടിപ്പിച്ചു എന്ന വാർത്ത മക്ക കുഫാറുകളിൽ ഭയത്തിന്റെ ചീളുകൾ വിതറിയ ദിനം. ഒരു പകൽ മണൽത്തരികൾ ഉറങ്ങിയെണീക്കും നേരം തെരുവുകൾക്ക് ജീവൻ വെച്ച് വരുന്നു. അതാ അവിടെ ഒരാൾ പൊതിരെ ബുദ്ധിമുട്ടിക്കപ്പെടുകയാണ്. എന്നാൽ ആ പാവം മിണ്ടാപ്രാണിയായി അതെല്ലാം ശ്രവിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ സാക്ഷിയായി നിൽക്കുന്ന ഒരു പാവം അടിമ സ്ത്രീ വേട്ടമൃഗങ്ങളുടെ പേടി സ്വപ്നമായി ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. എന്താ കുഴപ്പം? ആ സ്ത്രീയുടെ മുഖം കണ്ട് ഹംസ റളിയല്ലാഹു ചോദിച്ചു, എന്താ കുഴപ്പം? മണത്ത പോലെ കാര്യം അന്വേഷിക്കുകയായി. നടന്നതെല്ലാം ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന ഹംസ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ ചുവന്നു, കാലുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. കയ്യിൽ തൂങ്ങിക്കിടന്ന വില്ലിൽ പിടിയമർത്തി. എവിടെ അവൻ? എൻ്റെ സഹോദരപുത്രനെ ചോരയിൽ കുളിപ്പിച്ച തൻ്റെ പരിച എവിടെ പോയി എന്നന്വേഷിച്ച് തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി കഠിനൻ കയ്യിലെടുത്തു. കുതിരയുടെ കുളമ്പുകൾ മണലിലമർന്നു. ഒരാളെയും ഗണനിക്കാതെ അബൂജഹൽ എന്ന വേട്ടർബിയെ തേടിക്കൊണ്ട് കാറ്റിനൊപ്പം പാഞ്ഞു. കളിച്ചും ചിരിച്ചും വീണാസ്വദിച്ചിരിക്കുകയാണ് അവൻ. തൻ്റെ സഹോദരപുത്രനെ ചോരയിൽ കുളിപ്പിച്ച അബൂജഹലിനെ കാണാൻ ഊരിപ്പിടിച്ച വില്ലുമായി ഓടി. അപ്പോ ഹംസയെ കണ്ട കൂട്ടം പേടിച്ചു വിറച്ച് ഹംസ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിതറിയോടി. അപ്പോഴും അന്തം പോയ അബൂജഹലിന് എപ്പോഴോ തുരുതുരാടി കിട്ടി. നിലഞ്ഞു വീണ് വേദന കൊണ്ട് പുളഞ്ഞു. ഏ അബൂജഹൽ! ഹംസ അലറി. നീ എന്ത് ക്രൂരതയാണ് കാണിച്ചത്? എൻ്റെ സഹോദരപുത്രൻ കൊണ്ടുവന്ന മതത്തിന്റെ പേരിൽ, അവൻ കാലത്തും പ്രയാസമാര് കൊണ്ടുവന്ന മതത്തിന്റെ പേരിൽ അവനെ ഉപദ്രവിച്ചോ? ആരാരും ചോദിക്കാനില്ല എന്ന് വിചാരിച്ചോ നീ? ഇല്ല, അതൊരിക്കലുമില്ല. ഞാൻ മുഹമ്മദിന്റെ മതത്തിൽ ആയിരിക്കുന്നിടത്തോളം അതൊരിക്കലും സാധിക്കില്ല. പ്രശ്നങ്ങൾക്കിടെ കഅബയുടെ മടിത്തട്ടിലേക്ക് ഓടിയെടുത്ത ബനു മസ്മൂമും ബനു ഹാഷിമും സ്തബ്ധരായി നിലകൊണ്ടു. അറബികളുടെ പേടി സ്വപ്നമായി യുദ്ധകളത്തിലെ കെടാത്തവൾക്ക് ഹംസ, അതെ ഹംസ മുസ്ലിമായിരിക്കുന്നു. ഇതാ മുസ്ലിങ്ങൾക്കൊരു പടച്ചട്ട അള്ളാഹു നൽകിയിരിക്കുന്നു. ഹംസത്തുൽ ഖറാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിതൃ സഹോദരൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും.